ഫസ്റ്റ് ഈ സാധനം വെള്ളത്തിലേക്ക് മുക്കാൻ പോവാണ്. മുക്കി വെള്ളത്തിലിട്ടു. 30,000 രൂപയുടെ ക്യാമറ വാങ്ങിച്ച് വെള്ളത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. 30,000 രൂപയുടെ ക്യാമറ വാങ്ങിച്ച് വെള്ളത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതിപ്പോഴും റെക്കോർഡ് ആവുന്നുണ്ട് കേട്ടോ. ടെക് ട്രാവലിറ്റിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു അൺബോക്സിങ് വീഡിയോയും മറ്റുമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, പ്രത്യേകിച്ച് വണ്ടി ഒന്നും കരയാണ്. ഇവിടെ റോഡിന്റെ പണി നടക്കുക. അപ്പം മൊത്തം പൊടിയാണ്. ഇവിടെ റോഡ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കാരണം ഫുള്ള് പൊടിയാണ്. അപ്പം വണ്ടികൾ ഇങ്ങനെ എപ്പോഴും കഴിയില്ല എന്നുള്ളത് ഇതിങ്ങനെ പൊടി പിടിച്ച് ഒറ്റ ദിവസം വെറുതെ കിടന്നാൽ മതി. അപ്പൊ പൊടി പിടിച്ച് നാശമായി കിടക്കും. അപ്പൊ നമുക്ക് നമ്മുടെ GoPro Hero 7 ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് 2 പെട്ടി നിങ്ങൾക്ക് കാണാം. 2 പെട്ടി എന്ന് പറയുമ്പോൾ ഒരെണ്ണം അതിന്റെ ഒരു കൈ എന്താ പറയാ, Hero 7 പിടിക്കുന്ന ഒരു ഗിംബൽ അല്ല, ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലത്തെ സാധനം. അപ്പൊ ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് IMA സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. നമ്മുടെ DJ Osmo പോക്കറ്റ് ഒക്കെ നമ്മൾ വാങ്ങിച്ചത് അതേ വെബ്സൈറ്റിൽ നിന്നാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് നമുക്ക് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ് imastudent.com എന്ന് പറഞ്ഞത്. നമുക്കൊരു സ്പെഷ്യൽ കൂപ്പൺ കോഡൊക്കെ ഉണ്ട്. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കും ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ആ കോഡ് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഈ പാക്കിങ് കണ്ടില്ലേ, ഇത് അങ്ങനെ പാക്കിങ് ചെയ്ത് ഇവിടെ എങ്ങനെ പൊട്ടിക്കണം എങ്ങനെയൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മിസ്റ്റർ അഭിജിത്ത് ഭക്തൻ. അബിയുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് അബി വീഡിയോയിലൊന്നും അധികം വരാത്തത്. എന്നാലും പരീക്ഷയ്ക്ക് ശേഷം അബി നമ്മളോടൊപ്പം വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം എന്തേ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കുറെ നാളായി ചെയ്തിട്ട്, അതുകൊണ്ട് ബ്ലേഡൊക്കെ തുരുമ്പിച്ച് ബ്ലേഡ് ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇത് വെച്ച് ചെയ്യേണ്ടി വരും. കൊള്ളാം. അൺബോക്സിങ് അധികം ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ ബ്ലേഡൊക്കെ പെട്ടെന്ന് ചീത്തയായിട്ട് വരും. ഓ, അന്യ പാക്കിങ് ആട്ടോ, രക്ഷയില്ല. എൻ്റെ പൊന്നേ, ഇതോ നമ്മുടെ GoPro Hero 7. അപ്പൊ ഇതാണ് നമ്മുടെ GoPro Hero 7. ഇതിന്റെ ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത് ഇതേ കിടക്കുന്നത് 37,000 രൂപയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു 30,000 അടുപ്പിച്ചുള്ളൊരു റേറ്റിൽ നിങ്ങൾക്ക് IMA സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടെ കിട്ടും. ആമസോണിലും ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ റേറ്റിൽ നമുക്ക് IMA സ്റ്റുഡന്റിൽ നിന്ന് കിട്ടും. GoPro Hero 7ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന Hero 5നെ അപേക്ഷിച്ച് GoPro Hero 7 ബ്ലാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ബെസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഹൈപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗിംബൽ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടായിരിക്കും നമുക്ക് Hero 7ൽ ഗിംബൽ ഇല്ലാതെ ഇത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നല്ല ക്ലാരിറ്റിയിലും നല്ല ഒഴുകുന്ന ഫീൽ കിട്ടുന്ന ടൈപ്പ് വിഷ്വൽസ് ആയിരിക്കും. വാട്ടർ പ്രൂഫ് ആണ്. GoPro Hero 7ൽ തന്നെ Hero 7 ബ്ലാക്ക് ഉണ്ട്, അതാണ് ഏറ്റവും വില കൂടിയത്. പിന്നെ Hero 7 സിൽവർ ഉണ്ട്, പിന്നെ Hero 7 വൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ. ഈ 3 മോഡൽസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ചെറിയ ഡിഫറൻസുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. പക്ഷേ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് Hero 7 ബ്ലാക്ക് ആണ്. 12 മെഗാ ക്യാമറയുണ്ട്. 4K വീഡിയോസ് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 1080 അതായത് ഫുൾ HD വീഡിയോകൾ 240 ഫ്രെയിംസ് പെർ സെക്കൻഡിലും നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 33 അടി ആഴം വരെ, അതായത് 10 മീറ്റർ ആഴം വരെ നമുക്കിത് വാട്ടർ പ്രൂഫ് ആണ് ഈ ഒരു സാധനം. വിത്തൗട്ട് എനി കേസ് ജസ്റ്റ് ഇതെടുത്ത് ഇത്രയും ആഴത്തിൽ ഈ ഒരു ക്യാമറ മുക്കിയെടുത്ത് പോകാം. എല്ലാ കവറുകളും അടയ്ക്കണം, ഇല്ലാന്നുണ്ടെ പണി കിട്ടും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് സ്ലോ മോഷൻ 8x വരെ ചെയ്യാൻ പറ്റും. പിന്നെ GPS, HDR. ഈ GoProയിൽ തന്നെ ഡയറക്റ്റ് നമ്മൾ ഫേസ്ബുക്കിലൂടെ ലൈവ് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടെ അവർ GoProയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയൊരു സംഭവമാണ്. GoProയിൽ നമുക്ക് ലൈവ് പോവാം, വൈഫൈ കണക്ട് ചെയ്തിട്ടായിരിക്കും അല്ലേ ഫേസ്ബുക്കിലോട്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം. പിന്നെ ഹൈപ്പർ സ്മൂത്ത് ആണ്. ഭയങ്കര ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ശരി, കൊള്ളാം. ഒന്ന് ബോക്സ് അൺബോക്സ് ചെയ്യാം നമുക്ക് ഇനി. എന്റെ ജീവിതത്തിൽ ഞാൻ വാങ്ങുന്ന 3ാമത്തെ GoPro ആണ് ഇത്. GoPro Hero 5 ഞാൻ 2 തവണ വാങ്ങിച്ചിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കണ്ടില്ലേ, ഇതിന്റെ പെട്ടിയൊക്കെ അടിപൊളിയാണ്. അതാണ് ഇങ്ങനെയാണ് നമ്മുടെ GoPro Hero 7 വരുന്നത്. ഇതിനൊരു ബേസിക് ഒരു സ്റ്റാൻഡ് ഇതിനകത്തുണ്ട്. GoProയുടെ 2 സ്റ്റിക്കർ ഉണ്ട്, പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ഇതിന്റെ ഒരു ബേസിക് എന്താ പറയാ ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളത് ഒരു മൗണ്ട്, ഒരു ഫിക്സിങ്, ഒരു അഡ്ഹസീവ് ഉള്ള നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാവുന്ന ടൈപ്പ് ഒരു സാധനമുണ്ട്. ബാറ്ററി, റിമൂവബിൾ ബാറ്ററി. GoPro Hero 7 ബ്ലാക്കിന് മാത്രമേ ഉള്ളൂ റിമൂവബിൾ ബാറ്ററി. ബാക്കിയുള്ളതിനൊക്കെ റിമൂവബിൾ അല്ലാത്ത ബാറ്ററികളാണ്. പിന്നെ വീണ്ടും 2 സ്റ്റാൻഡ് ഉണ്ട്, 2 അഡ്ഹസീവ്സ് ഉണ്ട്. പിന്നെ ഒരു USB-C കേബിളാണ് ഇത് ഇതിനകത്ത് വരുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്റ്റാൻഡൊക്കെ പിടിപ്പിക്കാനുള്ള ഒരു കേസാണ് ഇതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഊരിയെടുക്കാം.
നല്ല ബാക്കി പഴയ മോഡലിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് നല്ലൊരു ക്ലാരിറ്റി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. GPS ഓൺ ആക്കാം. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് ഇൻസ്റ്റാൾ ദ GoPro ആപ്പ് എന്ന് പറയുന്നുണ്ട്. GoPro ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി സെറ്റപ്പുകൾ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനൊപ്പം വന്ന ഒരു ഗ്രിപ്പും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുമ്മാ പിടിച്ചുകൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതിനൊരു ചെറിയൊരു മിനി ട്രൈപോഡ് പോലത്തെ ഒരു സാധനം വാങ്ങിക്കണം. എന്തെങ്കിലും ഒന്നിരണ്ടെണ്ണം ഉണ്ട്. എന്തിനും ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിരുന്നു. ഒരു ചെറിയൊരു ഹാൻഡി ആയിട്ടുള്ളൊരു സാധനമാണ് അത്. അതെന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇതും ഗോപ്രോയുടെ ഒറിജിനൽ ആക്സസറി ആണ്. ഗോപ്രോയുടെ ഒറിജിനൽ ആക്സസറീസിനൊക്കെ ഭയങ്കര വിലയാട്ടോ. ഇതിന് ഈ ക്യാമറയ്ക്ക് ഓൺലൈനെ പോലെ തന്നെ അത്യാവശ്യം നല്ല വിലയാണ് ഇതിന്റെ ഒറിജിനൽ ആക്സസറിക്ക്. ഒറിജിനലിന് അത്ര ക്വാളിറ്റി ചിലപ്പോൾ ഇതിന്റെ പ്ലാസ്റ്റിക്കിനും അതേപോലെ തന്നെ സംഭവങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും നല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനം വേറെ കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഇതും കൊണ്ട് നമ്മളിപ്പോ സ്വിമ്മിംഗ് പൂളിന്റെ അടിയിലേക്കൊക്കെ നമ്മൾ സ്വിം ചെയ്യാനായിട്ട് നീന്താനൊക്കെ പോവാണ്, അല്ലെ വെള്ളത്തിനടിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് ഈ ക്യാമറയും ഹാൻഡിലും കൂടെ നമുക്ക് ഇത് വെള്ളത്തിനടിയിലേക്ക് പോവാം. നമുക്കിത് ഹാൻഡിൽ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഹാൻഡിൽ ചീത്തയാവില്ല. കളർ കൊള്ളാം അല്ലേ? കളർ കൊള്ളാം, സൂപ്പർ. ഓറഞ്ച് കളറിൽ ഇതൊരു സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. കണ്ടോ, നമുക്കിങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. പിടിച്ചു നോക്കി അല്ലേ? ഉണ്ടോ? ഇതിങ്ങനെ ഇതിലൊരു ഒരു ടാഗ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ കൈ പിടിക്കാം. കൊള്ളാം. ഇതിന് നമ്മൾക്ക് GoPro ഇതിലൊന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ GoPro ഫിക്സ് ചെയ്യണമെങ്കിൽ GoPro മൗണ്ടിൽ വെച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഈ സാധനം നമ്മുടെ മൗണ്ടിൽ ഘടിപ്പിക്കണം. മൗണ്ടിൽ വെക്കാനായിട്ട് നമ്മുടെ ആ സാധനം കിട്ടിയിരിക്കുന്ന സാധനത്തിൽ നമുക്ക് ഇത് എടുത്ത് വെക്കുക. നമുക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആ ബോക്സിൽ നിന്ന് നമ്മുടെ GoProയുടെ ബോക്സിൽ നിന്ന് ഊരി എടുക്കണം. ഇത് ഊരി എടുക്കാനായിട്ട് ഇത് കുറച്ച് ട്രിക്കിയാണ്. നോക്കട്ടെ, എങ്ങനെ അങ്ങണ്ടോ വെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരി വരും. എന്നിട്ട് നമുക്ക് ഈ സാധനം ഇതിലോട്ട് പിടിപ്പിക്കണം. ഇതിങ്ങനെ നമുക്ക് ഇതിലിങ്ങനെ പിടിപ്പിക്കാം. ഉണ്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, നമുക്ക് ഒരു ക്വാളിറ്റിയും കിട്ടില്ല. അതിന് ഭയങ്കര മോശമായിരിക്കും സാധനം. ഇതിപ്പോൾ നമ്മളിത് വെച്ച് മുറുക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും സാധനം ഇവിടെ പക്ക കുറച്ച് കണ്ടാം. അപ്പോൾ ഇത്ര ഉള്ള സാധനം ഇങ്ങനെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാം. Hello everyone, this is Sujith Bhakthan from Tech Travel and Abhijith Bhakthan from Tech Travel. ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടോ, വളരെ ഹാൻഡിയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഗ്രിപ്പ് വളരെയധികം കംഫർട്ടബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ GoPro. അപ്പോൾ ഇത് തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാവുന്ന ടൈപ്പ് നീളം കൂടിയ ഗ്രിപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അത്രയും ഒരു ഗ്രിപ്പും കൂടെ എനിക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ക്ലാസ് 4 മെമ്മറി കാർഡുകൾ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മെമ്മറി കാർഡിൽ ക്ലാസ് 4 മെമ്മറി കാർഡ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട് ഇത് സേവ് ആവുകയും പഠിക്കുകയൊക്കെ ചെയ്യുള്ളൂ. കാരണം ഹൈ ക്വാളിറ്റി ഫയൽസ് ആണ് GoProയിൽ ഷൂട്ട് ആവുന്നത്. പ്രത്യേകിച്ച് ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ കൂട്ടിയിടുമ്പോഴത്തേക്കിനും ഇത് സേവ് ആകാൻ ഭയങ്കര ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു മെമ്മറി കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ GoProയുടെ ഒരു വാട്ടർ ടെസ്റ്റ് നടത്താൻ പോവാണ്. ഒരു ബക്കറ്റിനകത്ത് വെള്ളം അവി എടുത്തുകൊണ്ട് വരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വെള്ളം ഈ കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ്, നോക്കിയാൽ അറിയാം. വെള്ളത്തിനകത്ത് അയൺ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. വെള്ളത്തിന്റെ കളറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അയൺ കണ്ടന്റ് കൂടുതലായത് കാരണം ഈ പറഞ്ഞ പോലെ വാട്ടർ ടാങ്കിനകത്ത് ഭയങ്കരമായിട്ട് അയൺ കണ്ടന്റ് കാരണം ആ ഒരു ചുമന്ന കളറിൽ അടിഞ്ഞുകൂടുകയും ഡസ്റ്റ് അടിഞ്ഞുകൂടുകയും അടുക്കളയിൽ വെച്ചിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഒക്കെ പെട്ടെന്ന് ചീത്തയാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ചപ്പോഴത്തേക്കിനും ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതായത് ലാർജ് സ്കെയിൽ വെള്ളം, നമുക്ക് കുടിവെള്ളവും ബാക്കി എല്ലാ വെള്ളവും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള അയൺ കണ്ടന്റ് മാറ്റുന്ന ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടീമുകൾ നാളെ ഞങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് തരാനായിട്ട് വരും. അപ്രോക്സിമേറ്റ് ഒരു 25,000-30,000 രൂപ കണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വരുമ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തായാലും ഈ സാധനം ഒന്ന് വാട്ടർ ടെസ്റ്റ് നടത്താം. വാട്ടർ ടെസ്റ്റ് നടത്താനായിട്ട് എല്ലാം അടഞ്ഞാണല്ലോ ഇരിക്കുന്നതല്ലേ? എല്ലാം അടഞ്ഞാണോ ഇരിക്കുന്നതെന്നൊന്ന് നോക്കിയേക്കാം വേണമെങ്കിൽ, അല്ലേ? ഒന്നുകൂടെ നോക്കിയേക്കാം. യെസ്, എല്ലാം അടഞ്ഞാണ് ഇരിക്കുന്നത്. എവറിത്തിങ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഞാനിതിപ്പോൾ റെക്കോർഡിങ്ങിലിട്ടു. ഫസ്റ്റ് ഈ സാധനം വെള്ളത്തിലേക്ക് മുക്കാൻ പോവാണ്. മുക്കി വെള്ളത്തിലിട്ടു. 30,000 രൂപയുടെ ക്യാമറ വാങ്ങിച്ച് വെള്ളത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. 30,000 രൂപയുടെ ക്യാമറ വാങ്ങിച്ച് വെള്ളത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതിപ്പോഴും റെക്കോർഡ് ആവുന്നുണ്ട്. കണ്ടോ, 30,000 റുപ്പീസിന്റെ നമ്മുടെ GoPro Hero 7 വെള്ളത്തിൽ മുക്കി എടുത്തു. അഹങ്കാരം എന്നല്ലാതെ ആരെന്താ പറയുക, അല്ലേ? അഭി, ഇനി നമുക്ക് ഈ ഒരു സാധനം ഇട്ടിട്ട് നമുക്ക് ഇത് വെള്ളത്തിനകത്ത് ഇടാം. അപ്പൊ ഇത് വീണ്ടും ഞാൻ ഈ ഒരു സാധനത്തോടു കൂടി ഞാൻ വെള്ളത്തിൽ ഇടുകയാണ്. കണ്ടോ, അപ്പൊ ഇതെന്താ സംഭവം? ഇത് പൊങ്ങിക്കിടക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ എന്താ മനസ്സിലായത്? ഇത് പൊങ്ങിക്കിടക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കണ്ടോ,
ഇതിങ്ങനെ ഫ്ലോട്ടിംഗ് ഗ്രിപ്പാണ് ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇതുകൊണ്ട് വലിയ ഉപകാരങ്ങളുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് വലിയ ഉപകാരങ്ങൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം എവിടെയെങ്കിലും വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കും. വെള്ളത്തിൽ മുങ്ങിപ്പോവില്ല, പൊങ്ങിക്കിടക്കും. അത് വലിയൊരു ഉപകാരമാണ് ഈ ഫ്ലോട്ടിംഗ് ഗ്രിപ്പിൻ്റെ. ഫ്ലോട്ടിംഗ് ഗ്രിപ്പ് കേട്ടോ. വെള്ളത്തിനടിയിൽ കൂടിയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ സാധനം ഇവിടെ പൊങ്ങി കിടക്കും കണ്ടോ. കൊള്ളാല്ലേ? കൊള്ളാം. സൂപ്പർ അല്ലേ? സൂപ്പറാ. ഹലോ, ഹൗ ആർ യു? അപ്പോൾ നമുക്ക് ഈ ഗോപ്രോയിൽ 3 മോഡുകളുണ്ട് ഇതിനകത്ത് നമുക്ക് വീഡിയോ കാണാനായിട്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ലീനിയർ മോഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് ഫിഷ് ഐ എഫക്ട്സ് ഒന്നും നമുക്കിതിനകത്ത് കാണുന്നില്ല. ലീനിയർ മോഡ്. ഞാൻ ഇനിയിപ്പോൾ ഇത് മോഡ് മാറ്റി വൈഡ് ആക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ കാണുന്നത് വൈഡ് മോഡാണ് കണ്ടോ. വൈഡ് നേരത്തെ ലീനിയർ മോഡിൽ നിന്ന് മാറ്റി വൈഡ് മോഡിലേക്ക് മാറ്റി. വൈഡ് ആക്കിയപ്പോഴത്തേക്കിനും നമുക്കിവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഫിഷ് ഐ എഫക്റ്റ്. നമുക്ക് ഈ തൂണൊക്കെ ഇങ്ങനെ ചരിഞ്ഞു ഒരു ഫിഷ് ഐ എഫക്റ്റ് നമുക്കിവിടെ കാണാം. ഇവിടെ അതേപോലെ തന്നെ ഒരു ഫിഷ് ഐ എഫക്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. വൈഡ്. ഇനി ഞാനിതിൻ്റെ സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞ് മറ്റൊരു മോഡുണ്ട്, അതിട്ട് കാണിച്ചു തരാം. സൂപ്പർ വ്യൂ മോഡ് വന്നപ്പോഴത്തേക്കിന് ഇത് കംപ്ലീറ്റ് അങ്ങ് വൈഡായി. സാധനങ്ങളൊക്കെ ചെറുതാകുന്ന പോലെ തോന്നുന്നു. അബിയും തൂണും എല്ലാം വളർന്നിരിക്കുന്നു. ഫിഷ് എഫക്റ്റ് വല്ലാതെ അങ്ങ് കൂടി കണ്ടോ. നമുക്കിങ്ങനെ ക്യാമറ ഇപ്പം ശരിക്കും നമ്മുടെ മുഖത്തിന് അടുപ്പിച്ച് ഇങ്ങനെ പിടിച്ചാൽ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളെല്ലാം കാണുന്ന രീതിയിലാണ് നമ്മളുടെ സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞ ആ ഒരു മോഡ് കിടക്കുന്നത്. കണ്ടില്ലേ, നോക്ക്. വളരെ ഒരു വല്ലാത്ത ഒരു വ്യത്യസ്തമായ കുറച്ച് വിഷ്വൽസ് ആണ് നമ്മൾ ഈ സൂപ്പർ മോഡിലൂടെ നമുക്ക് കിട്ടുന്നത്, സൂപ്പർ വ്യൂ മോഡിലൂടെ കിട്ടുന്നത്. ഇനി ഞാൻ വൈഡ് ഇട്ടിട്ട് ഒരു വ്ളോഗ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വൈഡ് ഇട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. നമുക്ക് ഗോപ്രോ പിടിക്കുമ്പോഴത്തേക്കിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാമറകളെ അപേക്ഷിച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേയധികം വിഷ്വൽസ്, നമ്മുടെ മുഖത്തിനൊപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേയധികം കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. കാരണം ഇത്രയും വൈഡായിട്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സംഭവം. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ അപ്പൻ്റെ കൃഷിയൊക്കെ കാണാം. ഇവിടെ കണ്ടില്ലേ, അപ്പൻ്റെ വാഴക്കൃഷിയാണ്. ഇത് കണ്ടില്ലേ, അപ്പൻ ഇത് മറ്റേ ചുമന്ന വാഴയാണ്, ഇത് മറ്റേ ഞാലിപ്പൂവൻ വാഴയാണ്. പിന്നെ ഇവിടെ കുറേ വാഴ, അപ്പൻ്റെ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, വാഴക്കൊലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കണ്ട, ഇത് മറ്റേ റോബസ്റ്റ പഴമാണ് കണ്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വിഷ്വൽസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. കണ്ടില്ലേ, നോക്ക് ആ തെങ്ങും അതും ഇതൊക്കെ ആ ഒരു നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗോപ്രോ നല്ലപോലെ പെർഫോം ചെയ്യും. ഇനി നമുക്ക് ലീനിയർ മോഡ് ഇട്ട് വ്ളോഗ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ലീനിയർ മോഡിലാണ് വ്ളോഗ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൽ നിന്ന് ചുറ്റെടുത്തിട്ട് വരാം. ലീനിയർ മോഡിലുള്ള വ്ളോഗ് നമുക്ക് കുറച്ച് റഫായിട്ട് ഞാനിപ്പോൾ ഓടുകയാണ്, ചെറിയ രീതിയിൽ ഞാനൊന്ന് ഓടുകയാണ്. നമുക്ക് എത്രത്തോളം നമുക്ക് ഇതിനകത്ത് ഷെയ്ക്ക് വരുന്നില്ല എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ, കണ്ടോ ഞാനിപ്പോൾ ഇത് കൊണ്ട് ഓടുകയാണ്. ഇവിടെ ഈ റോഡ് പണി നടക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൊടിയും പറ്റുമൊക്കെ ആയിട്ട്. കണ്ടോ, പൊടി പറക്കുന്നുണ്ടോ, കണ്ടോ. ഈ ഒരു സാധനം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഡാഷ് ക്യാമറ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെ? ഡാഷ് ക്യാമറ ആയിട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഗോപ്രോയുടെ കൂടെ കിട്ടുന്ന ഒരു സാധനമുണ്ട്, അത് നമുക്ക് ഈ അഡ്ഹസീവ് വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, ഇത് നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഈ സ്ക്രൂ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിൽ ഇങ്ങനെ മുറുക്കാൻ പറ്റും. കണ്ടോ, ഇനി നമുക്ക് ഇത് ഓൺ ആക്കാം. എന്നിട്ട് നമുക്കിത് നമ്മുടെ പരുവത്തിന് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെപ്പോഴും നമുക്ക് വൈഡോ സൂപ്പർ വ്യൂ മോഡിലോ ഇട്ടാൽ മാത്രമേ നമുക്ക് ഡാഷ് ക്യാമിന്റെ ഒരു ഇങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള വണ്ടിയുടെ ഒരു വ്യൂ നമുക്ക് കിട്ടുകയുള്ളൂ. വൈഡ് മോഡിൽ ഇട്ടു. എന്നിട്ട് നമുക്കൊരു ട്രിപ്പ് പോയിട്ട് വരാം, ഒരു ചെറിയൊന്ന് വണ്ടി എടുത്തൊന്ന് കറങ്ങിയിട്ട് വരാം. എന്നിട്ട് നമുക്കറിയാം എന്തായാലും ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ റോഡ് പണി കിടക്കുകയാണ്. റോഡൊക്കെ നല്ല കുഴിഞ്ഞ് പൊളിഞ്ഞ് പണ്ടാൽ തുടങ്ങി കിടക്കുകയാണ്. ഓഫ് റോഡ് നമുക്കൊന്ന് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും എത്രത്തോളം നമ്മുടെ ഗോപ്രോ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ടൈം ലാപ്സും കാണാം നമുക്ക്.
നമ്മൾ ഇത്ര നേരം കണ്ട 30 സെക്കൻഡ് വന്ന ആ ഒരു ടൈം ലാപ്സ് വീഡിയോ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. 10x സ്പീഡിലാണ് ഷൂട്ട് ചെയ്തത്. 5 മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്താൽ 30 സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് കൂട്ടിയെടുക്കാം. ഇപ്പൊ 5 മിനിറ്റിൽ ഷൂട്ട് ചെയ്യുന്നത് 15 സെക്കൻഡിലാക്കാം. അങ്ങനെ 10x സ്പീഡ് 15x ആക്കാം, 20x ആക്കാം. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് മികച്ച രീതിയിലുള്ള ടൈം ലാപ്സ് എടുക്കാൻ പറ്റും. പ്രിഫറബിളി നല്ല വെളിച്ചത്തിലായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ടൈം ലാപ്സ് കിട്ടുക. അപ്പൊ ഇപ്പം ആ ടൈം ലാപ്സ് പിടിപ്പിച്ച അതേ സ്റ്റാൻഡിൽ ഞങ്ങളുടെ ക്യാമറ തിരിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ രണ്ടുപേരെയും വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാം. അപ്പൊ നമ്മളിപ്പോ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകുന്നു. ആൻഡ് ശ്വേതയും അമ്മയും കൂടെ അവിടെ കുറച്ച് കുക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോടെ അവരുണ്ടാക്കുന്നത്? പത്രോളം. എന്താ പത്രോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ചേമ്പിലാപ്പം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആൾക്കാർ, അതായത് GSP സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അത് കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മംഗലാപുരം ഭാഗത്ത്, ഉടുപ്പി ഭാഗത്ത് ഈ സാധനം ഭയങ്കര ഫേമസ് ആണ്. ചേമ്പല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. ചേമ്പിലയില് മസാല ഒക്കെ ഇങ്ങനെ വെറൈറ്റി സാധനമാണ്. ശ്വേത ഇന്നിപ്പോ ശ്വേത അമ്മയും കൂടെയാണ് ഉണ്ടാക്കുന്നത്. ശ്വേത സ്പെഷ്യൽ ചേമ്പല അപ്പമാണ് നമ്മള്. അത് അതിന്റെ വീഡിയോ അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോ ഗോപ്രോ പരീക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ എല്ലാരും കൂടി അമ്മ, അച്ഛൻ, അഭിഷേക്, ശ്വേത വേമ്പ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊരു നൈറ്റ് ഇവിടുന്ന് പത്തനംതിട്ട സിനിമയെ പോകുന്നത്, പത്തനംതിട്ട തിയേറ്ററിലെ സിനിമ. അപ്പൊ ഇവിടുന്ന് പത്തനംതിട്ട വരെയുള്ള ഒരു നൈറ്റ് ഗോപ്രോ ടൈം ലാപ്സ് വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം. എങ്ങനെയുണ്ട് രാത്രിയിലത്തെ പെർഫോമൻസും കൂടെ നമുക്ക് നോക്കാം. സിനിമ അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി. നമ്മള് പോയിട്ട് പടമൊക്കെ തുടങ്ങി ആദ്യത്തെ ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കിനും എന്ത് സിനിമയാണ് ദൈവമേ വന്നിരുന്നല്ലോ എന്നായിപ്പോയി എന്നുള്ളൊരു വല്ലാത്തൊരു മോശാവസ്ഥ അല്ലേ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഭയങ്കര ബോറായിരുന്നു. ബോറെന്ന് പറഞ്ഞാൽ കട്ട ബോറ്. ദിലീപ് ഇങ്ങനത്തെ പടത്തിലൊക്കെ അഭിനയിക്കുമോ എന്ന് വരെ തോന്നിപ്പോയി. പക്ഷെ പിന്നെ അങ്ങോട്ട് പടം മാറിയ പോയിട്ടോ. ക്ലൈമാക്സ് തിരിച്ചറിയുന്ന ഒരു കൊരുത്തെരിപ്പായിരുന്നു. ഉഷാറാണ് സംഭവം. അപ്പൊ എന്തായാലും നമ്മുടെ ഗോപ്രോയുടെ റിവ്യൂ ആയിട്ട് തുടങ്ങിയ വീഡിയോ ആണ്. അതിങ്ങനെ വഴിമാറി പോയി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വളരെ മനോഹരമായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്ത ഒരു പത്രോടോ എന്ന് പറഞ്ഞൊരു ഡിഷിന്റെ ഒരു പ്രധാന സാധനമാണ്. അതിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും